Hello friends, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് കുറച്ച് കാര്യങ്ങൾ മസ്കുലോസ്കെലിറ്റൽ സിസ്റ്റം അല്ലെങ്കിൽ മസിൽസ് ആൻഡ് ലൊക്കോമോഷന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ക്ലാസ്സിൽ അതിന്റെ കണ്ടിന്യൂറ്റി ആയിട്ട് നമ്മൾ സ്ട്രക്ചർ ഓഫ് സ്കെലിറ്റൽ മസിൽ ആണ് നമ്മൾ അത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് ഫസ്റ്റ് ഇയറിലൊക്കെ നിങ്ങൾ ഫിസിയോളജി അനാട്ടമി ആൻഡ് ഫിസിയോളജിയിൽ പഠിച്ചു പോകുന്ന കാര്യമാണ് സ്ട്രക്ചർ ഓഫ് എ സ്കെലിറ്റൽ മസിൽ എന്ന് പറയുന്നത്. സോ അപ്പോൾ അതിലേക്ക് നമുക്ക് കിടക്കാം. സോ സ്ട്രക്ചർ ഓഫ് സ്കെലിറ്റൽ മസിൽ. ഫസ്റ്റ്, muscles are made up of many muscle bundles called fascicles. അപ്പോൾ മസിൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് കുറേ ബണ്ടിൽസ് കൂടി ജോയിൻ ചെയ്തിട്ട് ഫോം ചെയ്തേക്കുന്ന ഒരു സ്ട്രക്ചറാണ്. ആ ബണ്ടിൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫെസിക്കിൾസ് എന്ന് വിളിക്കുന്നത്. സോ മസിൽസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് മെനി മസിൽ ബണ്ടിൽസ്. അപ്പോൾ മസിൽസ് എന്ന് പറയുമ്പോൾ സിംഗിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ അല്ല, അത് മെയ്ഡ് ചെയ്തേക്കുന്നത് കുറേ മസിൽ ബണ്ടിൽസ് ജോയിൻ ചെയ്തിട്ടാണ്. ആ ബണ്ടിൽസിന്റെ ഈ ബണ്ടിൽസിനെയും നമ്മൾ എന്ത് വിളിക്കും? ഫാസിക്കിൾസ് എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് വേറൊരു ഇതിൽ പറയുകയാണെങ്കിൽ മസിൽസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് so many fascicles അല്ലെങ്കിൽ so many fascicles unites together to form a muscle എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. Okay, so fascicles are held together by a connective tissue layer called epimysium. So you can see in this picture, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഇത് നോക്കിയേ, ഇതൊരു മസിൽ, ദിസ് ഇസ് എ ബോൺ ആൻഡ് ദിസ് ഇസ് ടെൻഡൻ ആൻഡ് ദിസ് ഇസ് മസിൽ. എല്ലാവർക്കും അറിയാം അല്ലേ? സോ ദ കണക്റ്റീവ് ടിഷ്യൂ which connects the muscle with the bone is called tendon അല്ലേ? സോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോ മസിൽസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സോ മെനി ബണ്ടിൽസ് കോൾഡ് ഫെസിക്കിൾസ്. ഇതിൽ ഇരിക്കുന്ന ഓരോ ബണ്ടിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഓരോ മസിൽ ബണ്ടിൽസിനെയുമാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫെസിക്കിൾ എന്ന് വിളിക്കുന്നത്. സോ ഇതെല്ലാം കൂടി കവർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സ്ട്രക്ചർ, ആ ഒരു ഫെസിക്കിൾസിനെ എല്ലാം ഹോൾഡ് ചെയ്ത് ടൈറ്റ് ആയിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു കവറിങ്, അതിനെയാണ് നമ്മൾ എപ്പിമൈസിയം, അതായത് ഇവിടെ വരുന്ന ഈ ഒരു ലെയർ, സോ പുറത്തുള്ള ഒരു ലെയർ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എപ്പിമൈസിയം എന്ന് വിളിക്കുന്നത്. ആൻഡ് ഈച്ച് fascicle is surrounded by a perimysium. സോ അപ്പോൾ ഈ കുറേ ഫാസിക്കിൾസ് തമ്മിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കവർ ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ലെയറിനെയാണ് നമ്മൾ എപ്പിമൈസിയം എന്ന് വിളിക്കുന്നത്. ഈ ഓരോ ഫാസിക്കിളിനെയും കവർ ചെയ്ത് ഇൻഡിവിജ്വലി, ഇവിടെ യു ക്യാൻ സി ദിസ് പെരിമൈസിയം അല്ലേ? സോ അപ്പോൾ ഓരോ ബണ്ടിൽസിനെയും കവർ ചെയ്തിട്ട് ഇൻഡിവിജ്വൽ ലെയേഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് perimysium. So muscles are these fascicles are held together by a layer called epimysium and each fascicle is covered by a layer called perimysium. Okay, then each fascicle contains many muscle fibers. Okay, so അപ്പോൾ ഒരു ഫെസിക്കിൾ നമ്മൾ എടുത്തു. ഇതൊരു ഫെസിക്കിളാണ്. ഇതിൻ്റെ ഒരു ഫെസിക്കിളിനെയാണ് നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചേക്കുന്നത്. ആ ഈച്ച് ഫെസിക്കിൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മസിൽ ഫൈബേഴ്സ്. അപ്പോൾ അതിലുള്ള ഓരോ മസിൽ ഫെസിക്കിളിനെയും നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഓരോന്നും മെയ്ഡ് ചെയ്തിരിക്കുന്നത്, ഉണ്ടാക്കിയിരിക്കുന്നത് കുറേ മസിൽ ഫൈബേഴ്സ് ജോയിൻ ചെയ്തിട്ടാണ്. ക്ലിയർ? സോ അപ്പോൾ എന്താണ് പറഞ്ഞത്? ഒരു മസിൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സോ മെനി ഫെസിക്കിൾസ്. കുറേ ഫെസിക്കിൾസ് ജോയിൻ ചെയ്തിട്ടാണ് ഒരു മസിൽ ഫോം ചെയ്തേക്കുന്നത്. ആ ഫെസിക്കിൾസിനെ എല്ലാം കവർ ചെയ്തിട്ട് ഒരു കവറിങ് ഉണ്ട്, അതിനെയാണ് നമ്മൾ എപ്പിമൈസിയം എന്ന് വിളിക്കുന്നത്. ആ ഓരോ ഇൻഡിവിജ്വൽ ഫെസിക്കിൾസിനെയും കവർ ചെയ്തിരിക്കുന്ന സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ലെയർ ഉണ്ട്, അതിനെ നമ്മൾ പെരിമൈസിയം എന്ന് വിളിക്കും. ആൻഡ് ഈ ഒരു എന്താണ് ഒരു ഫെസിക്കിളിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഓരോ ഫെസിക്കിളും മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് മസിൽ ഫൈബേഴ്സ്. ക്ലിയർ? ഇത്രയും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് നെക്സ്റ്റ്, ഈച്ച് മസിൽ ഫൈബർ ഈസ് സറൗണ്ടഡ് ബൈ എൻഡോമൈസിയം. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? ഓരോ ഫെസിക്കിളും മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് മസിൽ ഫൈബേഴ്സ് എന്ന് പറഞ്ഞു. ആ ഓരോ മസിൽ ഫൈബറിനെയും കവർ ചെയ്തിട്ട് ഒരു ലെയർ ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് എൻഡോമൈസിയം. ക്ലിയർ? സോ അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? ഒരു മസിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സോ മെനി ഫെസിക്കിൾസ്. അപ്പോൾ കുറേ ഫെസിക്കിൾസ് ജോയിൻ ചെയ്തിട്ടാണ് ഒരു മസിൽ ഫോം ചെയ്തേക്കുന്നത്. ഇതിനെ മൊത്തത്തിൽ ഹെൽഡ് ടുഗദർ ചെയ്തേക്കുന്ന ആരാണ്? മൊത്തത്തിൽ കവർ ചെയ്ത് ഒരുമിച്ച് പിടിച്ചേക്കുന്നത് എപ്പിമൈസിയം എന്ന് പറയുന്ന ഒരു ലെയർ ആണ്. ആ ഓരോ ഓരോ മസിലും എന്താണ്? മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് ബണ്ടിൽസ് കോൾഡ് ഫെസിക്കിൾസ് എന്ന് പറഞ്ഞു. ആ ഓരോ ഫെസിക്കിൾസിനെയും ഓരോ ബണ്ടിലിനെയും സെപ്പറേറ്റ് കവർ ചെയ്തേക്കുന്ന ലെയർ പെരിമൈസിയം ആണെന്ന് പറഞ്ഞു. ആ ഓരോ ഫെസിക്കിളിനെയും നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഓരോ ഫെസിക്കിളും മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് സോ മെനി മസിൽ ഫൈബേഴ്സ്. അപ്പോൾ ഓരോ മസിൽ ഫൈബറിനെയും കവർ ചെയ്തിട്ടുള്ള ഒരു ലെയർ ആണ് എന്തെന്ന് പറയുന്നത്? എൻഡോമൈസിയം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? സോ ഇതൊരു മസിലാണ് എന്ന് കൺസിഡർ ചെയ്യുക. സോ ഈ ഒരു മസിലിനെ മൊത്തത്തിൽ കവർ ചെയ്തൊരു ലെയർ ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് epimysium. So this is epimysium, and ഈ ഓരോ മസിലും this muscle is formed by bundles
കോൾഡ് എന്താണ്? ആ ബണ്ടിൽസിന്റെ പേരാണ് ഫെസിക്കിൾ. ഓക്കെ, ദാറ്റ് ബണ്ടിൽ ഈസ് കോൾഡ് ഫെസിക്കിൾ. ആൻഡ് ദിസ് ഫെസിക്കിൾ, ഓരോ ഫെസിക്കിളിനെയും കവർ ചെയ്തിട്ട് എന്തുണ്ട്? ഓരോ ലെയർ ഉണ്ട്. ഓരോ ഫെസിക്കിൾസിനെയും ചുറ്റും ഓരോ ലെയർ ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പെരിമൈസിയം എന്ന് വിളിക്കുന്നത്. സോ പെരിമൈസിയം എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇതിൽ ഒരു ഫെസിക്കിളിനെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫെസിക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെന്റ് മസിൽ ഫൈബേഴ്സ്. അപ്പൊ ഇതിൽ കുറേ മസിൽ ഫൈബേഴ്സ് ഉണ്ട്. ആ ഒരു മസിൽ ഫൈബർ, ഓരോ മസിൽ ഫൈബറിനെയും കവർ ചെയ്തിരിക്കുന്ന ലെയറിനെയാണ് നമ്മൾ എൻഡോമൈസിയം എന്ന് വിളിക്കുന്നത്. ക്ലിയർ? സോ അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് എന്താണ്? ഹോൾ മസിൽ ഉണ്ട്. ഹോൾ മസിൽ. സോ ഹോൾ മസിലിനെ കവർ ചെയ്തിരിക്കുന്നത് എപ്പിമൈസിയം. എപ്പിമൈസിയം. സോ ഈ മസിൽസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് so many fascicles. So muscles, each muscle is made up of so many fascicles. This fascicles ne cover ചെയ്തിരിക്കുന്നത് perimysium. Perimysium. Okay, and each fascicle is made up of different muscle fibers. Muscle fiber. Okay, so ആ ഒരു മസിൽ ഫൈബർ, this fascicle is made up of so many muscle fibers. ആ ഓരോ മസിൽ ഫൈബറിനെയും കവർ ചെയ്തിരിക്കുന്നത് ആരാണ്? So this muscle fiber is covered by endomysium. Clear? So confusion ആവരുത്. So the muscle is made up of so many bundles called fascicles. അപ്പോൾ ഓരോ മസിലിനെയും ആ ഒരു ഫെസിക്കിൾസിനെ ഒക്കെ കവർ ചെയ്ത് മൊത്തത്തിൽ ആ മസിലിനെ കവർ ചെയ്തേക്കുന്ന ലെയർ ആണ് എപ്പിമൈസിയം. ആൻഡ് ആ ഓരോ ഫെസിക്കിളിനെയും കവർ ചെയ്തേക്കുന്നത് പെരിമൈസിയം ആണ്. ആ ഓരോ ഫെസിക്കിളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെന്റ് മസിൽ ഫൈബേഴ്സ്. ആ ഒരു മസിൽ ഫൈബർ, ഓരോ മസിൽ ഫൈബറിനെയും ഇൻഡിവിജ്വലി കവർ ചെയ്തേക്കുന്നത് എൻഡോമൈസിയം ആണ്. ക്ലിയർ? സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സ്ട്രക്ചർ ഓഫ് സ്ട്രൈറ്റഡ് മസിൽ. അപ്പോൾ ഇനി അതിനെക്കുറിച്ച് ഇത്രയും മനസ്സിലാക്കി. ഇനിയിപ്പോൾ ഇതിൽ ഓരോ സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ പറയാനായിട്ട് പോവുകയാണ്. ഓക്കെ, സോ ഫസ്റ്റ് മസിൽ ഫൈബർ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓരോ എന്താണ് ഫെസിക്കിളും എന്താണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്? ഓരോ ഫെസിക്കിളും ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെന്റ് മസിൽ ഫൈബേഴ്സ് എന്ന് പറഞ്ഞു. ഇതിപ്പോൾ ഒരു മസിലാണ്, ഇത് ഓരോ ഫെസിക്കിൾസ് ആണ്. ഈ മസിലിനെ കവർ ചെയ്തിട്ട് എപ്പിമൈസിയം ഉണ്ട്. ഈ ഓരോ ഫെസിക്കിളിനെയും കവർ ചെയ്ത് പെരിമൈസിയം. ഫെസിക്കിൾസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെന്റ് മസിൽ ഫൈബേഴ്സ്. അതിനെ കവർ ചെയ്തിട്ട് എൻഡോമൈസിയം ഉണ്ട്. അതിൽ ഒരു മസിൽ ഫൈബറിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ മസിൽ ഫൈബർ ഈസ് ലൈൻഡ് ബൈ പ്ലാസ്മ മെംബ്രെയിൻ കാൾഡ് സാർക്കോലെമ്മ എൻക്ലോസിംഗ് ദ സാർക്കോപ്ലാസം. സോ അപ്പോൾ ഈ ഒരു മസിൽ ഫൈബർ എന്ന് പറയുന്നത് അതിലൊരു സെൽ ഉണ്ടാവും അല്ലേ? സോ അതിനെ കവർ ചെയ്ത് ആ ഒരു ഓരോ മസിൽ ഫൈബറിലുള്ള ആ ഒരു ഇതിനെയും ആ മസിൽ ഫൈബറിനെയും ലൈൻ ചെയ്തിട്ട് വേറൊരു മെംബ്രെയിൻ കൂടി ഉണ്ട്. ആ ഒരു മസിൽ ഫൈബർ എന്ന് പറയുമ്പോൾ മയോ ഫൈബർ എന്ന് പറയുന്ന ഒരു സെൽസ് ഒക്കെ കൊണ്ടിട്ടാണ് മെയ്ഡ് ചെയ്തേക്കുന്നത്. സോ അപ്പോൾ ആ ഒരു സൈറ്റോപ്ലാസത്തിനെയൊക്കെ കവർ ചെയ്തിട്ട് ഒരു ലെയർ ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് സാർക്കോലെമ്മ. സാർക്കോലെമ്മ. ആൻഡ് ഈച്ച് മസിൽ ഫൈബർ കണ്ടെയ്ൻസ് parallelly arranged myofilaments called myofibrils. അപ്പോൾ നമ്മൾ പറഞ്ഞു മസിൽസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഫെസിക്കിൾസ്. ഫെസിക്കിൾസ് പറയുന്നത് മസിൽ ഫൈബേഴ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഓരോ മസിൽ ഫൈബർ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിലും ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെന്റ് പാരലലി അറേഞ്ച്ഡ് മയോഫിലമെന്റ്സ് കോൾഡ് മയോഫൈബ്രിൽസ്. ക്ലിയർ? മസിൽസ് ഫെസിക്കിൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഡിഫറെന്റ് ഫെസിക്കിൾസ് ജോയിൻസ് ടുഗദർ ടു ഫോം എ മസിൽ ആൻഡ് ഡിഫറെന്റ് എന്താണ് സോ മെനി muscle fibers joins together form a fascicle. Different myofilaments joins together form a muscle fiber. Confusion ആവരുത് കേട്ടോ. സോ അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെയാണ്, മസിൽ ഉണ്ട്, അതിനെ കവർ ചെയ്ത് എപ്പിമൈസിയം. ആ മസിൽസ് മെയ്ഡ് അപ്പ് ഓഫ് സോ മെനി ബണ്ടിൽസ് കോൾഡ് ഫെസിക്കിൾസ്. ഈച്ച് ഫെസിക്കിൾ ഈസ് കവേർഡ് ബൈ പെരിമൈസിയം. ആ ഓരോ പെരിമൈസിയമും ഉണ്ടാക്കിയിരിക്കുന്നത് കുറേ അധികം എന്ത് ജോയിൻ ചെയ്തിട്ടാണ്? മസിൽ ഫൈബേഴ്സ് ജോയിൻ ചെയ്തിട്ടാണ്. സോ ആ ഓരോ മസിൽ ഫൈബേഴ്സിനെയും കവർ ചെയ്തിട്ട് എൻഡോമൈസിയം ഉണ്ട്. ആ ഓരോ മസിൽ ഫൈബറിനെയും നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ മയോസൈറ്റ്സ് എന്ന് പറയുന്ന സെൽസ് ഉണ്ട്. അതിൻ്റെ സൈറ്റോപ്ലാസം ഒക്കെ കൂടി കവർ ചെയ്തിട്ട് അതിനുള്ളിലൊരു ലെയർ ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് സാർക്കോലെമ്മ. ഓക്കെ, സാർക്കോലെമ്മ ഉണ്ട്. ആൻഡ് ഓരോ മസിൽ ഫൈബറിനെയും നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ പാരലലി അറേഞ്ച് ചെയ്തിട്ടുള്ള കുറേയധികം മയോഫിലമെന്റ്സ് ഉണ്ട്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ അതിൻ്റെ ഓർഡർ നോക്കുകയാണെങ്കിൽ ഓരോ മസിലും ഏറ്റവും ഇന്നറായിട്ട് ഏറ്റവും ഉള്ളിൽ ആരാ ഉള്ളത്? മയോഫൈബ്രിൽസ് അല്ലേ? മയോഫിലമെന്റ്സ് കോൾഡ് മയോഫൈബ്രിൽസ് ഉണ്ട്. മയോഫൈബ്രിൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ദാറ്റ് ഈസ് കവേർഡ് ബൈ സാർക്കോലെമ്മ. സാർക്കോലെമ്മ. ആൻഡ് അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും ആ ഒരു മയോഫൈബ്രിൽസ് കുറേ മയോഫൈബ്രിൽസ് ജോയിൻ ചെയ്ത് മസിൽ ഫൈബർ ഫോം ചെയ്തിട്ടുണ്ട്. മസിൽ
fiber, muscle fiber. So a muscle fiber is covered by endomysium, and this muscle fibers joins together form fascicle, അല്ലേ? ഫാസിക്കിൾ ഫോം ചെയ്തു. ഫാസിക്കിളിനെ കവർ ചെയ്ത് ആരുണ്ട്? പെരിമൈസിയം ഉണ്ട്. ആൻഡ് ഈ കുറേ ഫാസിക്കിൾസ് എല്ലാം ജോയിൻ ചെയ്തിട്ട് ഒരു ഹോൾ മസിലായിട്ട് ഫോം ചെയ്യാണ്. അതിനെ കവർ ചെയ്തിട്ട് ആരുണ്ട്? എപ്പിമൈസിയം. ഓക്കെ, ഇതാണ് ആ ഒരു ഓർഡർ. അപ്പോൾ മയോഫൈബ്രിൽസ് അല്ലെങ്കിൽ മയോഫിലമെന്റ്സ് ജോയിൻ ചെയ്തിട്ട് ആ ഒരു മസിൽ ഫൈബർ ഫോം ചെയ്യുന്നു. കുറേ മസിൽ ഫൈബേഴ്സ് ജോയിൻ ചെയ്ത് ഫാസിക്കിൾ ഫോം ചെയ്യുന്നു. കുറേ ഫാസിക്കിൾ ജോയിൻ ചെയ്ത് മസിൽ ഫോം ചെയ്യുന്നു. ക്ലിയർ? ആ ഒരു ഓർഡർ കൺഫ്യൂഷൻ ആവാതെ പഠിച്ചു വെക്കുക. ഓക്കെ, ആൻഡ് ഏറ്റവും ഇന്നർ മോസ്റ്റ് ആയിട്ട് ആരുണ്ടെന്ന് പറഞ്ഞു? മയോഫൈബ്രിൽ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ മയോഫൈബ്രിലിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അപ്പോൾ മസിൽ വന്നു, അവിടുന്ന് ഫാസിക്കിൾ എടുത്തു, ഫാസിക്കിളിൽ നിന്നൊരു മസിൽ ബണ്ടിൽ എടുത്തു, മസിൽ ഫൈബർ എടുത്തു, അവിടെ നിന്നൊരു മയോഫൈബ്രിൽ എടുത്തു. ഇതാണ് ആ ഒരു പിക്ചറിൻ്റെ റിപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ആ ഓരോ മയോഫൈബ്രിൽസിനെയും കവർ ചെയ്തിട്ട് ആരുണ്ടെന്ന് പറഞ്ഞു? സാർക്കോലെമ്മ ഉണ്ടെന്ന് പറഞ്ഞു. സാർക്കോലെമ്മ ഈസ് ദ കവറിംഗ് ഓഫ് ദി മയോഫൈബ്രിൽ എന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? സോ അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, മയോഫൈബ്രിലിൻ്റെ സ്ട്രക്ചർ. സോ ദ ബേസിക് ഫങ്ഷണൽ കോൺട്രാക്റ്റൈൽ യൂണിറ്റ് ഓഫ് എ മസിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സാർക്കോമിയർ ആണ്. ഓക്കെ, സോ ദ ബേസിക് ഫങ്ഷണൽ കോൺട്രാക്റ്റൈൽ യൂണിറ്റ് ഓഫ് എ മയോഫൈബ്രിൽ ഏതാണ്? അല്ലെങ്കിൽ മസിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അത് ഏതാണ്? സാർക്കോമിയർ. ദ കൺട്രാക്റ്റൈൽ യൂണിറ്റ് ഓഫ് എ മസിൽ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സാർക്കോമിയർ ആണ് എന്നുള്ളത് നോക്കുക. സോ ദ ബേസിക് ഫങ്ഷണൽ കോൺട്രാക്റ്റൈൽ യൂണിറ്റ് ഓഫ് എ മയോഫൈബ്രിൽ അല്ലെങ്കിൽ മസിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് സാർക്കോമിയർ. അപ്പോൾ സാർക്കോമിയർ എന്താണ് എന്ന് നിങ്ങൾക്ക് ഡൗട്ട് വന്നു കഴിഞ്ഞാൽ, ഈച്ച് മയോഫൈബ്രിൽ ഹാസ് So the basic functional unit of a myofibril അല്ലെങ്കിൽ contractile unit of a myofibril ഏതാണ്? Sarcomere ആണ്. And each myofibril has alternate dark A band and light I band. അപ്പോൾ ഡാർക്ക് എ ബാൻഡും ഐ ബാൻഡും ഉണ്ടെന്ന് ഓർക്കുക. അതിൽ ഏതാണ് ഡാർക്ക് ഏതാണ് ലൈറ്റ് എന്ന് ഓർക്കണമെങ്കിൽ ഡാർക്ക് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ എ ഉണ്ട്, സോ ദാറ്റ് ഈസ് എ ബാൻഡ്, ആൻഡ് ലൈറ്റ് ഐ ഉണ്ട്, സോ ഐ ബാൻഡ്. സോ ഓർത്ത് വെക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഡാർക്കിൽ എ ഉള്ളതുകൊണ്ട് ഡാർക്ക് ബാൻഡ് ഏതാണ്? എ ബാൻഡ് ആണ്. ലൈറ്റിൽ ഐ ഉള്ളതുകൊണ്ട് ഐ ബാൻഡ് ആണ് ലൈറ്റ്. സോ ഈച്ച് മയോഫൈബ്രിൽ ഹാസ് എന്താണ്? ഓരോന്നിലും ഡാർക്ക് എ ബാൻഡ്സും ലൈറ്റ് ഐ ബാൻഡ്സും ഉണ്ട്. So you can see here. So this is the dark A band and light I band. നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. So and this is due to the presence of two fibrous contractile proteins, thin actin filament and thick myosin filament. So അപ്പോൾ ഈ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഐ ബാൻഡും ഡാർക്ക് ആയിട്ടുള്ള എ ബാൻഡും ഒക്കെ ഫോം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ടു contractile proteins. ഏതൊക്കെയാണ്? തിൻ ആയിട്ടുള്ള ആക്റ്റിൻ ഫിലമെന്റും തിക്കായിട്ടുള്ള മയോസിൻ ഫിലമെന്റും. സോ ആ ഒരു ഫിലമെന്റ്സ്, ആ ഒരു കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻസിന്റെ പ്രസൻസ് കാരണമാണ് ഈ ഒരു ലൈറ്റ് ബാൻഡും ഐ ബാൻഡ്, സോ ലൈറ്റ് ആയിട്ടുള്ള ഐ ബാൻഡും ഡാർക്ക് ആയിട്ടുള്ള എ ബാൻഡും ഒക്കെ ഇങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് ആ ഒരു ഇതിൽ വന്നിട്ടുള്ള സ്ട്രക്ചറിൽ. ഓക്കെ, സോ ഐ ബാൻഡ് ഇസ് എ contain actin. I band എന്താണ്? It is made up of actin and A band contain both actin and myosin. So I band എന്ന് പറയുന്നത് അതിൽ actin മാത്രമേ പ്രസന്റ് ആയിട്ടുള്ളൂ. A band എന്ന് പറയുന്നത് അതിൽ both actin and myosins are present. Okay, so അപ്പോൾ നമ്മൾ മയോഫൈബ്രിലിന്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് പറഞ്ഞത്. The basic contractile unit of a myofibril is sarcomere ആണെന്ന് പറഞ്ഞു. And each myofibril is made up of എന്താണ്? Two types of bands, light ആയിട്ടുള്ള I band and dark ആയിട്ടുള്ള A band കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. ആ ബാൻഡ്സ് എന്തുകൊണ്ടാണ് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ടു കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻസ്. ഏതൊക്കെയാണ്? ആക്റ്റിൻ ആൻഡ് മയോസിൻ. അതിൽ ആക്റ്റിൻ എന്ന് പറയുന്നത് തിന്നാണ്, മയോസിൻ എന്ന് പറയുന്നത് തിക്കാണ്. ഓക്കെ, ആ ഒരു തിന്നും തിക്കും ആയിട്ട് മാറി മാറി വരുന്നതുകൊണ്ടാണ് ആ ഡാർക്കും ലൈറ്റും ആയിട്ടുള്ള ആ ഒരു അറേഞ്ച്മെന്റ് വരുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആൻഡ് ഐ ബാൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എന്താണ്? ഓൺലി ആക്റ്റിൻ. ആൻഡ് എ ബാൻഡ് എന്ന് പറയുന്നത് ബോത്ത് ആക്റ്റിൻ ആൻഡ് മയോസിൻ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ക്ലിയർ അല്ലേ? സോ അപ്പോൾ ഒന്നും കൂടി ആദ്യം മുതൽ ഞാനൊന്ന് പറയാം. ഈ ഇടക്കിടക്ക് റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആ ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇടയ്ക്കൊന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ അത് മൊത്തത്തിലുള്ള ആ ഒരു ത്രെഡ് മിസ്സാവും. ഓക്കെ, സോ അതുകൊണ്ടാണ് ഈ റിപ്പീറ്റ് ചെയ്ത് തരുന്നത്. ഫസ്റ്റ് എന്ത് പറഞ്ഞു നമ്മൾ? മസിൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എന്താണ്? ഡിഫറെൻറ്റ് ബണ്ടിൽസ് കോൾഡ് ഫെസിക്കിൾ. ആ ഒരു ഫെസിക്കിൾസിനെയൊക്കെ കവർ ചെയ്തിട്ട് വരുന്നത്
എപ്പിമൈസിയമാണ്. ഓക്കെ, സോ ഓരോ ഫെസിക്കിൾസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനെ കവർ ചെയ്തിട്ട് എന്തുണ്ട്, പെരിമൈസിയം ഉണ്ട്. ആൻഡ് ദാറ്റ് ഓരോ ഫെസിക്കിൾസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് മസിൽ ഫൈബേഴ്സ്. ആ ഓരോ മസിൽ ഫൈബേഴ്സിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കവേർഡ് ബൈ എൻഡോമൈസിയം. ആൻഡ് ആ ഒരു ഓരോ മസിൽ ഫൈബേഴ്സും മെയ്ഡ് ചെയ്തിരിക്കുന്നത് ഡിഫറെൻറ്റ് മയോഫൈബ്രിൽസ് കൊണ്ടാണ്. ഓക്കെ, സോ അപ്പോൾ ആ ഓരോ മയോഫൈബ്രിൽസിനെയും കവർ ചെയ്തിട്ട് ഒരു ലെയർ ഉണ്ട്, ആ ഒരു സൈറ്റോപ്ലാസം ഒക്കെ കവർ ചെയ്ത് അതിനെയാണ് നമ്മൾ സാർക്കോലെമ്മ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് ഓരോ മയോഫൈബ്രിൽസും നമുക്ക് സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ബേസിക് കൺട്രാക്ച്വൽ യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാർക്കോമിയർ ആണ്. അതിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഡാർക്ക് എ ബാൻഡും ലൈറ്റ് ഐ ബാൻഡും ആൾട്ടർനേറ്റ് ആയിട്ട് അറേഞ്ച് ആയിട്ടുണ്ട്. ആ ഒരു ഡാർക്ക് എ ബാൻഡും ലൈറ്റ് ഐ ബാൻഡും വരാനുള്ള റീസൺ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ടു കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻസ് കോൾഡ് ആക്റ്റിൻ ആൻഡ് മയോസിൻ. ഓക്കെ, ആക്റ്റിൻ എന്ന് പറയുന്നത് തിന്നാണ്, മയോസിൻ എന്ന് പറയുന്നത് തിക്കാണ്. ഓക്കെ, ആൻഡ് ഐ ബാൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഓൺലി ആക്റ്റിൻ. ഓക്കെ, ആൻഡ് എ ബാൻഡ് എന്ന് പറയുന്നത് ബോത്ത് ആക്റ്റിൻ ആൻഡ് മയോസിൻ. ക്ലിയർ? ഇനി എ ബാൻഡ് ആൻഡ് ഐ ബാൻഡിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഓരോ സ്ട്രക്ചർ ഓരോ പാർട്ട് ബൈ പാർട്ടാണ് ഡിസ്കസ് ചെയ്ത് വരുന്നത്. അതുകൊണ്ടാണ് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. സോ എ ബാൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ബിയേഴ്സ് എ ലൈറ്റർ മിഡിൽ ഏരിയ റീജിയൻ കോൾഡ് എച്ച് ബാൻഡ് അല്ലെങ്കിൽ എച്ച് സോൺ എന്ന് പറയാം. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഓരോ മസിൽ മയോഫൈബ്രിൽ. ഓക്കെ, ഇത് ഒരു മസിൽ ഫൈബർ ആണ്. ദിസ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സോ മെനി മയോഫൈബ്രിൽസ്. ഇതിൽ ഓരോ മയോഫൈബ്രിലിനെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു മയോഫൈബ്രിലിൻ്റെ ആ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു പാർട്ടിനെയാണ് നമ്മളെടുത്ത് ഇവിടെ സൂം ചെയ്ത് കാണിച്ചേക്കുന്നത്. ക്ലിയർ? സോ അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് മയോഫൈബ്രിലാണ്. ഈ ഓരോ മയോഫൈബ്രിലിൻ്റെ ഉള്ളിൽ ദിസ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് എന്താണ്, മയോഫൈബ്രിൽസ്. ആ ഓരോ മയോഫൈബ്രിൽസിനെ മൊത്തത്തിൽ കവർ ചെയ്തിട്ട് സാർക്കോലെമ്മ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്, ഒരു ലെയർ ഉണ്ട്. ആൻഡ് അതിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്കും ദിസ് ഇസ് ദ ലൈറ്റ് ഐ ബാൻഡ് ആൻഡ് ദിസ് ഇസ് ദ ഡാർക്ക് എ ബാൻഡ്. സോ അപ്പോൾ അതിങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തേക്കാണ്. ഒരു ഡാർക്ക് എ ബാൻഡ് പിന്നെ ഒരു ലൈറ്റ് ഐ ബാൻഡ്, ഒരു ഡാർക്ക് എ ബാൻഡ് പിന്നെ ഒരു ലൈറ്റ് ഐ ബാൻഡ്, ഇങ്ങനെ ആ ഒരു അറേഞ്ച്മെൻറ്റ് പോയിരിക്കുകയാണ്. സോ അതിൽ നമ്മളൊരു മയോഫൈബർ എടുത്ത് സൂം ചെയ്തിട്ട് അതിൻ്റെ ഒരു പാർട്ടാണ് നമ്മളിവിടെ കാണിച്ചേക്കുന്നത്, അതിൻ്റെ സ്ട്രക്ചർ പഠിക്കാനായിട്ട്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഗ്രീൻ കളർ ലൈൻ കാണുന്നില്ലേ, സോ ദിസ് ഇസ് കോൾഡ് ആക്റ്റിൻ ഫിലമെൻറ്റ്. ആൻഡ് ഈ ഒരു വയലറ്റ് കളറിൽ കാണുന്നതാണ് ദാറ്റ് ഈസ് മയോസിൻ ഫിലമെൻറ്റ്. സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആക്റ്റിൻ ഫിലമെൻറ്റ് എന്ന് പറഞ്ഞാൽ തിന്നാണ് അല്ലേ, ഗ്രീൻ ലൈൻ എന്ന് പറയുന്നത് തിന്നായിട്ടുള്ളതാണ്. സോ ആക്റ്റിൻ ഫിലമെൻറ്റ് എന്ന് പറയുന്നത് ആക്റ്റിൻ എന്ന് പറയുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് തിന്നായിട്ടുള്ള സ്ട്രക്ചറാണ്. ആൻഡ് മയോസിൻ എന്ന് പറയുന്നത് തിക്കായിട്ടുള്ള സ്ട്രക്ചറാണ്. സോ അതിങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് അറേഞ്ച് ആയിട്ടുണ്ട്. സോ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു സാർക്കോമിയർ, അപ്പോൾ സാർക്കോമിയർ എന്താണെന്ന് നമ്മൾ പറയാം. സോ അതിന് മുന്നേ തന്നെ ഈ ഒരു അറേഞ്ച്മെൻറ്റ് ആ ഒരു എ ബാൻഡിൻ്റെ ഇടയ്ക്ക്, എ ബാൻഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ബാൻഡ് വരുന്നുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എന്താണ്, എ ബാൻഡ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ബോത്ത് ആക്റ്റിൻ ആൻഡ് മയോസിൻ എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ലൈറ്റ് ഏരിയ വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് എച്ച് സോൺ. ഓക്കെ, സോ ഒരു എ ബാൻഡിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ലൈറ്റർ മിഡിൽ ഏരിയ വരുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് എച്ച് സോൺ അല്ലെങ്കിൽ എച്ച് ബാൻഡ് എന്ന് വിളിക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഓൺലി മയോസിൻ. ഇതാണ് എച്ച് സോൺ എന്ന് പറയുന്നത്. അവിടെ നോക്കിയേ, ഈ ഗ്രീൻ കളർ ലൈൻ ഇവിടെ വന്ന് തീരുന്നുണ്ട്, ഇവിടെയും തീരുന്നുണ്ട്. സോ അവിടെ ഓൺലി ആക്റ്റിൻ ഫിലമെൻറ്റ്, ഈ ഒരു വയലറ്റ് കളർ ഫിലമെൻറ്റ് മാത്രമേ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുള്ളൂ, പ്രോട്ടീൻ മാത്രമേ കാണാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഏരിയ ഈസ് കോൾഡ് എച്ച് സോൺ. സോ ദ ഇൻ ബിറ്റ്വീൻ ഇവിടെ ഒരു ഇതാണ് എ ബാൻഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ എ ബാൻഡ് ദിസ് ഇവിടെ ഈ ഒരു ഏരിയയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആക്റ്റിനും മയോസിനും എല്ലാം പ്രസന്റ് ആയിട്ടുണ്ട്. സോ ദാറ്റ് ഏരിയ ഈസ് കോൾഡ് എ ബാൻഡ്. ആൻഡ് ഇവിടെ വരുന്ന ഈ ഒരു ഗ്രീൻ കളർ പ്രോട്ടീൻ മാത്രം അടങ്ങിയിട്ടുള്ള ആ ഒരു സ്മോൾ ഏരിയയാണ് നമ്മൾ ഐ ബാൻഡ് എന്ന് വിളിക്കുന്നത്. സോ ഏരിയ വെയർ ബോത്ത് ആക്റ്റിൻ ആൻഡ് മയോസിൻ ഈസ് പ്രസന്റ് ഈസ് കോൾഡ് എ ബാൻഡ് ആൻഡ് വെയർ ഓൺലി ആക്റ്റിൻ ഈസ് പ്രസന്റ് ഈസ് കോൾഡ് ഐ ബാൻഡ്. ക്ലിയർ? സോ അപ്പോൾ ആ ഒരു എ ബാൻഡിൻ്റെ സെൻറ്ററിലായിട്ട് എന്താണ്, ഒരു ലൈറ്റർ ഏരിയ ഉണ്ട് വെയർ ഓൺലി മയോസിൻ ഈസ് പ്രസന്റ്. ദാറ്റ് ഏരിയ ഈസ് കോൾഡ് എച്ച് സോൺ. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് എ തിൻ ഡാർക്ക് ലൈൻ കോൾഡ് എം ലൈൻ റൺസ് ത്രൂ ദ സെൻറ്റർ ഓഫ് ദി എച്ച് സോൺ. സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു എച്ച് സോണിൻ്റെ സെൻറ്ററിൽ കൂടി ഒരു ലൈൻ പാസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ലൈൻ ഈസ് കോൾഡ് എം ലൈൻ. ക്ലിയർ? അപ്പോൾ നമ്മൾ പറഞ്ഞു ആ ഒരു ആക്റ്റിനും മയോസിനും രണ്ടും അടങ്ങിയിട്ടുള്ള ആ ഒരു ഏരിയയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എ ബാൻഡ് എന്ന് വിളിക്കുന്നത്.
ആക്റ്റിൻ മാത്രം പ്രസൻ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റർ ഏരിയയാണ് നമ്മൾ ഐ ബാൻഡ് എന്ന് വിളിക്കുന്നത്. സോ ഈ എ ബാൻഡ് എന്ന് പറയുമ്പോൾ ഇത് മുതൽ ഇതുവരെ ഈ ഒരു ഗ്രീൻ കളർ കാണുന്ന ലൈൻസ് ആണ് ആക്റ്റിൻ ഫിലമെന്റ്സ്, വയലറ്റ് കളറിൽ കാണുന്നതാണ് മയോസിൻ ഫിലമെന്റ്സ്. സോ അപ്പോൾ അത് രണ്ടും അടങ്ങിയിട്ടുള്ളതിനെയാണ് എ ബാൻഡ്, അതിൽ ആക്റ്റിൻ മാത്രം അടങ്ങിയിട്ടുള്ളതിനാണ് ഐ ബാൻഡ് എന്ന് വിളിക്കുന്നത്. സോ ഇതിൽ ഈ എ ബാൻഡിന്റെ സെൻട്രലായിട്ട് ഒരു ലൈറ്റർ ഏരിയ ഉണ്ട്, വെയർ ഓൺലി മയോസിൻ ഈസ് പ്രസന്റ്. ദാറ്റ് ഏരിയ ഇസ് കോൾഡ് എച്ച് സോൺ. ആ എച്ച് സോണിന്റെ നടുക്ക് കൂടി ഒരു ലൈൻ പാസ് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് കോൾഡ് എം ലൈൻ. ക്ലിയർ? So that is called M line. So M line runs through the center of the H zone. Clear? അത്രയും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. I band is bisected by a dense dark band called Z line. So ഇതാണ് നമ്മുടെ I band അല്ലേ. സോ ഈ ഒരു I ബാൻഡിൽ ആക്റ്റിൻ ഫിലമെന്റ് മാത്രമേ, ആക്റ്റിൻ പ്രോട്ടീൻ മാത്രമേ പ്രസന്റ് ആയിട്ടുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇന്റർസെക്റ്റിംഗ് ലൈൻ വരുന്നുണ്ട് സിഗ്സാഗ് ആയിട്ട്. സോ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഇസഡ് ലൈൻ എന്ന് വിളിക്കും. സോ ദിസ് ഇസ് ഇസഡ് ലൈൻ. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ക്ലിയർ? സോ ഇസഡ് ബെൻസ് ലൈൻ. സോ ഐ ബാൻഡിന്റെ സെന്ററിൽ വരുന്നത് ഇസഡ് ലൈൻ ആണ്, എ ബാൻഡിന്റെ സെന്ററിൽ വരുന്നത് എം ലൈൻ ആണ്. ക്ലിയർ? ആൻഡ് ദ പോർഷൻ ബിറ്റ്വീൻ ടു ഇസഡ് ലൈൻ ഈസ് കോൾഡ് സാർക്കോമിയർ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഇസഡ് ലൈൻ കണ്ടു, ഇപ്പുറത്തൊരു ഇസഡ് ലൈൻ കണ്ടു. സോ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ആ ഒരു പോർഷനെയാണ് ഒരു സാർക്കോമിയർ യൂണിറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ അല്ലേ? സോ ദ പോർഷൻ ബിറ്റ്വീൻ ടു ഇസഡ് ലൈൻസ് ഈസ് കോൾഡ് സാർക്കോമിയർ. ദാറ്റ് ഈസ് ദ ബേസിക് കൺട്രാക്റ്റൈൽ യൂണിറ്റ് ഓഫ് എ മസിൽ അല്ലെങ്കിൽ മയോഫൈബ്രിൽ. ക്ലിയർ? സോ കൺഫ്യൂഷൻസ് പാടില്ല. ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണ്, പക്ഷേ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്നും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ഓരോ മസിൽ ഫൈബർ ആണ്. ഓരോ മസിൽ ഫൈബേഴ്സും ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് മയോഫൈബ്രൽസ്. മയോഫൈബ്രൽസിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എന്താണ്? എ ബാൻഡ്സ് ആൻഡ് ഐ ബാൻഡ്സ് ആൾട്ടർനേറ്റീവ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സെൻറ്ററിൽ വരുന്ന ഈ ഒരു എ ബാൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ബോത്ത് മയോസിൻ ആൻഡ് ആക്റ്റിൻ, ആൻഡ് ദിസ് ഐ ബാൻഡ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഓൺലി ആക്റ്റിൻ. ക്ലിയർ? ആ എ ബാൻഡിൻ്റെ സെൻറ്ററിൽ ഒരു ഏരിയ വരുന്നുണ്ട് വിച്ച് ഇസ് ഡിവോയിഡ് ഓഫ് ആക്റ്റിൻ ഫിലമെന്റ് ആൻഡ് ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഓൺലി മയോസിൻ. ദാറ്റ് ഇസ് കോൾഡ് എ ബാൻഡ്. എ ബാൻഡിൻ്റെ സെൻറ്ററിൽ എച്ച് സോൺ. ഓക്കെ. സോ അപ്പോൾ എ ബാൻഡിൻ്റെ സെൻറ്ററിൽ വരുന്ന മയോസിൻ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ആ ഒരു ലൈനെയാണ് എച്ച് സോൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ. സോ അപ്പോൾ ആ ഒരു എ ബാൻഡിൻ്റെ സെൻറ്ററിൽ വരുന്ന ദാറ്റ് പോർഷൻ അതിനെയാണ് നമ്മൾ വിച്ച് ഇസ് ഡിവോയിഡ് ഓഫ് ആക്റ്റിൻ ആൻഡ് വിച്ച് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് മയോസിൻ ഓൺലി. ആ ഒരു പോർഷനെയാണ് എച്ച് സോൺ എന്ന് വിളിക്കുന്നത്. ആ ഒരു എച്ച് സോണിൻ്റെ സെൻറ്ററിൽ ഒരു ലൈൻ പാസ് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഇസ് കോൾഡ് എം ലൈൻ വിച്ച് ഇസ് മെയ്ഡ് അപ്പ് ഓൾസോ മയോസിൻ ആണ്. അതുകൊണ്ടാണ് എം ലൈൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഈ ഐ ബാൻഡിൻ്റെ സെൻറ്ററിൽ കൂടെ എന്ത് വരുന്നുണ്ട്? ഒരു സിഗ്സാഗ് ലൈൻ വരുന്നുണ്ട്, ദാറ്റ് ഇസ് കോൾഡ് ഇന്റർസെക്റ്റിംഗ് ലൈൻ വരുന്നുണ്ട്, ദാറ്റ് ഇസ് കോൾഡ് ഇസഡ് ലൈൻ. ഓക്കെ, ഇസഡ് ലൈൻ എന്ന് വിളിക്കും. സോ അപ്പോൾ ഈ ഒരു ഇസഡ് ലൈൻ്റെയും നെക്സ്റ്റ് ഇസഡ് ലൈൻ്റെയും ഇടയ്ക്കുള്ള ആ ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എ സാർക്കോമിയർ യൂണിറ്റ് എന്ന് വിളിക്കുക. ദാറ്റ് ഇസ് ദ ഫങ്ഷണൽ കൺട്രാക്റ്റൈൽ യൂണിറ്റ് ഓഫ് എ മയോഫൈബ്രിൽ അല്ലെങ്കിൽ മസിൽ. ക്ലിയർ? സോ അപ്പോൾ വാട്ട് ഈസ് സാർക്കോമിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ പോർഷൻ ബിറ്റ്വീൻ ടു ഇസഡ് ലൈൻസ്. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും പഠിച്ചത്. അല്ലെങ്കിൽ ഇസഡ് ലൈൻ എന്താ എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല. ഓക്കെ. സോ അതാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ അപ്പോൾ നമ്മളിവിടെ കണ്ട പോലെ തന്നെ എന്താണ് നേരത്തെ പറഞ്ഞതാണ്. സോ ദിസ് ഇസ് ആക്റ്റിൻ ആൻഡ് ദിസ് ഇസ് മയോസിൻ. ഇത് കാണുമ്പോഴത്തേക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ആൻഡ് ദിസ് എന്താണ്? ഇത്രയും പോർഷൻ, ഇത്രയും പോർഷനെയാണ് നമ്മൾ എ ബാൻഡ് എന്ന് വിളിക്കുന്നത്. അവിടെ എന്തൊക്കെയുണ്ട്? ആക്റ്റിനും ഉണ്ട്, മയോസിനും ഉണ്ട് അല്ലേ? സോ എ ബാൻഡ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ബോത്ത് ആക്റ്റിൻ ആൻഡ് മയോസിൻ. ദിസ് ഇസ് ദ ഐ ബാൻഡ്. ഓക്കെ. സോ ഇത്രയും പോർഷനെയാണ് നമ്മൾ ഐ ബാൻഡ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഓൺലി ആക്റ്റിൻ ഫിലമെന്റ്സ്. ഓക്കെ, ക്ലിയർ? സോ അപ്പോൾ ഈ ഒരു എ ബാൻഡിന്റെ സെന്ററിൽ that area which is devoid of actin filament, ഇവിടെ ആക്റ്റിൻ ഫിലമെന്റ് ഇല്ല, ഓൺലി മയോസിൻ മാത്രമേ ഉള്ളൂ. ആ ഒരു പോർഷനെയാണ് നമ്മൾ എച്ച് സോൺ എന്ന് വിളിക്കുന്നത്. എച്ച് സോണിന്റെ നടുക്കായിട്ടൊരു ലൈൻ വരുന്നുണ്ട്, ദാറ്റ് ഈസ് കോൾഡ് എം ലൈൻ. ആ ഒരു പോർഷനിൽ മയോസിൻ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. ആൻഡ് ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ദിസ് ആക്റ്റിൻ ഫിലമെന്റ് ഈസ് ബൈസെക്റ്റഡ് ബൈ, ഇവിടെയാണെങ്കിലും എന്താണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? 1/1 ആൾട്ടർനേറ്റ് ആണല്ലോ. സോ അപ്പോൾ പാരലലി അറേഞ്ച് ചെയ്തേക്കാണ്. സോ അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ആക്റ്റിൻ ഫിലമെന്റിനെ ബൈസെക്ട് ചെയ്തിട്ടൊരു സിഗ്സാഗ് ലൈൻ വരുന്നുണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ഇസഡ് ലൈൻ. ഓക്കെ, അതാണ് ആ ഒരു ബേസിക് സ്ട്രക്ചർ. ഈ പിക്ചർ ആണെങ്കിലും അവിടെ ആണെങ്കിലും സെയിം തന്നെയാണ്. ഒന്നും കൂടി ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആ രണ്ടും ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. സോ അപ്പോൾ കൺട്രാക്ഷൻ്റെ സമയത്ത് ഈ ഒരു ഏരിയയിൽ നമ്മളിതാ ഇവിടുന്ന് ഒരു പ്രോട്ടീൻസ് വന്നിട്ട് റിസെപ്റ്റേഴ്സ് ഇവിടെ ആഡ് ചെയ്തിട്ട് ഇതിനെ അടുത്തേക്ക് വലിക്കുകയും ആ ഒരു
എന്താണ് ആക്റ്റിൻ ഫിലമെന്റ്സിനെ അടുത്തേക്ക് വലിക്കും, പുൾ ചെയ്ത് സെൻറ്ററിലേക്ക് വലിക്കുകയും ചെയ്യും. സോ അപ്പോൾ ആ ഒരു എച്ച് സോണിൻ്റെ ആ ഒരു ഇത് കുറയുകയും ചെയ്യും. സോ അവിടെ നോക്കുമ്പോൾ നമുക്ക് എ ബാൻഡിൻ്റെ ലെങ്ത് അതുപോലെ തന്നെ നിൽക്കും, പക്ഷേ ഐ ബാൻഡിൻ്റെ ലെങ്ത് എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. സോ അത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാം. സോ മെക്കാനിസം ഓഫ് മസിൽ കൺട്രാക്ഷൻ. മെക്കാനിസം ഓഫ് മസിൽ കൺട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മസിൽ കൺട്രാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് അക്കോർഡിംഗ് ടു ദ സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി. ആ ഒരു അപ്പോൾ മസിൽ കൺട്രാക്ഷൻ നടക്കുന്നതിന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറി എന്താണ്, സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി. കൺട്രാക്ഷൻ ഓഫ് എ മസിൽ ഫൈബർ occurs by sliding of a thin filament, actin filament over the thick myosin filament. ഇത് നോക്കിയേ. സോ അപ്പോൾ ഇതാണ് thick actin filament, thick myosin filament, and this red കളറിലുള്ളതാണ് thin actin filament. So അപ്പോൾ ഈ ഒരു sliding over of a thin actin filament over the thick myosin filament അത് സംഭവിക്കുമ്പോഴാണ് മസിൽ കൺട്രാക്ഷൻ നടക്കുന്നത്. ഈ ഒരു തിക്കായിട്ടുള്ള മയോസിൻ ഫിലമെന്റിന്റെ മുകളിൽ ആ ഒരു തിന്നായിട്ടുള്ള ആക്റ്റിൻ ഫിലമെന്റ്സിന്റെ സ്ലൈഡിങ് ഓവർ നടക്കുകയാണ്. സോ അതിനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഏത് തിയറി, സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അങ്ങനെയാണ് മസിൽ കൺട്രാക്ഷൻ നടക്കുന്നത്. ആൻഡ് ദിസ് പുൾസ് ദ ആക്റ്റിൻ ഫിലമെന്റ്സ് ഓൺ ബോത്ത് സൈഡ്സ് ടുവേർഡ്സ് ദ സെന്റർ ഓഫ് ദി എ ബാൻഡ്. ആ ഒരു സെന്റർ ഓഫ് ദി എ ബാൻഡിലേക്ക് ആ രണ്ട് സൈഡിൽ നിന്നുമുള്ള ആക്റ്റിൻ ഫിലമെന്റ്സിനെ പിടിച്ച് പുള്ള് ചെയ്യാണ് സെൻറ്ററിലേക്ക്. അങ്ങനെ ആ ഒരു മസിൽ കൺട്രാക്ഷൻ നടക്കുകയാണ്. സോ ദ ആക്റ്റിൻ ഫിലമെന്റ്സ് പാർഷ്യലി ഓവർലാപ്പ് സോ ദാറ്റ് എച്ച് സോൺ ഡിസപ്പിയർ. സോ അപ്പോൾ ഈ ഒരു ആക്റ്റിൻ ഫിലമെന്റ് സെൻറ്ററിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു ഏരിയയാണ്, ഇത്രയുമാണ് നമ്മൾ എച്ച് സോൺ എന്ന് വിളിച്ചിട്ടുള്ളത്. സോ അപ്പോൾ ഈ ആക്റ്റിൻ ഫിലമെന്റ്സ് എല്ലാം കൂടി സെൻറ്ററിലേക്ക് വരുമ്പോൾ ഇവിടെ നോക്കിയേ ആ ഒരു എച്ച് സോൺ ഡിസപ്പിയർ ആവുകയാണ് ചെയ്യുന്നത്. ആൻഡ് അതുപോലെ തന്നെ ദ ഇസഡ് ലൈൻ അറ്റാച്ച്ഡ് ടു ദ ആക്റ്റിൻ ഈസ് കോൾഡ് ആക്റ്റിൻ ഈസ് ഓൾസോ പുൾഡ് ടുവേർഡ്സ് ദ സെൻറ്റർ ഇൻവേർഡ്സ്, അതുപോലെ സെൻറ്ററിലേക്ക് വരികയാണ്. സോ അപ്പോൾ ഈ ഇസഡ് ലൈനും ആക്റ്റിനെ ബൈസെക്ട് ചെയ്യുന്ന ലൈൻസ് ആണല്ലോ ഇസഡ് ലൈൻസ്. സോ അതും എന്ത് ചെയ്യുന്നുണ്ട്, സെൻറ്ററിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സാർക്കോമിയർ യൂണിറ്റ് ഷോർട്ടൻ ആവുന്നുണ്ട്. സാർക്കോമിയർ യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതുപോലെ അപ്പോൾ മയോഫൈബ്രിൽസ് ഷോർട്ടൻ ആവും. മയോഫൈബ്രിൽസ് ഷോർട്ടൻ ആവുമ്പോൾ മസിൽ ഫൈബർ ഷോർട്ടൻ ആവും. മസിൽ ഫൈബർ ഷോർട്ടൻ ആകുമ്പോൾ ഫെസിക്കിൾസ് ഷോർട്ടൻ ആവും. ഫെസിക്കിൾസ് ഷോർട്ടൻ ആകുമ്പോൾ ഹോൾ മസിലും ഷോർട്ടൻ ആവും. സോ അങ്ങനെയാണ് ഒരു മസിൽ കൺട്രാക്ഷൻ നടക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ മസിൽ കൺട്രാക്ഷൻ്റെ സമയത്ത് നടക്കുന്ന മെയിൻ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ബാൻഡ് ഗെറ്റ് ഷോർട്ടൻ. ഈ ഒരു ഐ ബാൻഡ് ഇത് സെൻറ്ററിലേക്ക് പോകുന്ന സമയത്ത് ഐ ബാൻഡ് എന്ത് ചെയ്യും, ചെറുതാവും, ഐ ബാൻഡ് ഷോർട്ട് ആവും. ബട്ട് ഈ ഒരു എ ബാൻഡ് എന്ത് ചെയ്യും, ഇറ്റ് റിമെയിൻസ് ദ സെയിം, ഇറ്റ് റിറ്റെയിൻസ് ഇറ്റ്സ് ലെങ്ത്. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ മെക്കാനിസം അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് എ സ്ട്രൈറ്റഡ് മസിൽ ആൻഡ് സ്കെലിറ്റൽ മസിൽ ആൻഡ് മെക്കാനിസം, എങ്ങനെയാണ് ഒരു കൺട്രാക്ഷൻ നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കുറച്ച് കേൾക്കുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടാണ് എന്ന് തോന്നും, പക്ഷെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് കൂടിയാണ്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ഫാക്കൽറ്റീസിനെയോ ഒന്ന് അറിയിക്കാം, ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ബൈ ബൈ.